ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് ഞാൻ വരച്ച കുറച്ച് ചിത്രങ്ങൾ കാണിക്കാനായിട്ട് വന്നതാണ്. ഒരു 7 ചിത്രങ്ങളുണ്ട്. അപ്പം ഞാനിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇത് വരക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീടെടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ വീടിനെ പറ്റി ഒരു സങ്കല്പം. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിൽ 2 ചുമര് മുഴുവൻ ഞാൻ വരച്ച ചിത്രങ്ങൾ ഞാൻ വെക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. മുന്നിൽ നിന്നല്ല, സെൻട്രൽ ഹാളിലൊന്നും ആരും വെക്കാൻ വിടില്ല, പക്ഷേ ഒരു ഡൈനിങ് റൂമിലെങ്കിലും 2 ചുമര് മുഴുവൻ. അപ്പോൾ അതേപോലെ എൻ്റെ വീട്ടിൻ്റെ 2 ചുമരുണ്ട് അപ്പുറത്ത്, ഇന്നുമായിട്ടുള്ള. അപ്പോൾ ആ 2 ചുമരും ഞാൻ എൻ്റെ ചിത്രങ്ങളായിട്ട് നിറയ്ക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വരച്ച് തുടങ്ങിയതാണ്. ഇത് ശരിക്കും ആ കൊറോണ കഴിഞ്ഞ് എനിക്ക് തീരെ കഴിയുന്നില്ല എന്നുള്ള ആ ഒരു സമയത്ത് ഞാൻ വരഞ്ഞു തുടങ്ങിയതാണ്. കഴിഞ്ഞ ഈ ഒരു വർഷത്തിനുള്ളിൽ. അപ്പോൾ വരയുന്നത് ഇതെല്ലാം ഞാൻ ശരിക്കും ചാടണം എന്ന് വിചാരിച്ചത്. വരഞ്ഞപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല. പക്ഷെ എൻ്റെ മോള് പറഞ്ഞു, അമ്മ രസമുണ്ട് അമ്മേ. അങ്ങനെ 1-2 ചിത്രങ്ങളുണ്ട് ഇതിൽ. അവള് പറഞ്ഞിട്ട് ഞാൻ ലാമിനേറ്റ് ചെയ്തതാണ്. ഇപ്പോൾ ലാമിനേറ്റ് ചെയ്ത് മിനിഞ്ഞാന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇത് ശരിക്കും ഇതിനേക്കാളും ഞാൻ വലിയ വരയുന്ന ആളൊന്നുമല്ല. ഞാൻ മ്യൂറൽ പെയിൻറ്റ് പഠിച്ചിട്ടുമില്ല, ഒന്നും ഇല്ല. എനിക്ക് തോന്നുന്നത് വെച്ച് ഞാൻ കളറടിച്ചിട്ട് ആക്കിയതാണ് ഇതെല്ലാം. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഫിലിം സാറ്റർഡേ നൈറ്റ്, ഞങ്ങൾ ബാക്കിയുള്ള ദിവസം ഇവർക്കെല്ലാം സ്കൂളില്ല. അപ്പോൾ സാറ്റർഡേ സൺഡേ ഇവർക്ക് എല്ലാവർക്കും ലീവാണ്, ഹസ്ബൻഡിനും ലീവാണ്. അപ്പോൾ അന്ന് ഞങ്ങൾ ഫിലിം നോക്കും. അപ്പോൾ രാത്രിയത്തെ ഒരു ഫിലിമാണ് എൻ്റെ ഒരു ചിത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോറടിക്കുന്ന ഒരു ഫിലിം. മിക്കവാറും അനൂപ് മേനോൻ്റെ ഫിലിം കണ്ടുപോവുക ചിലപ്പോഴല്ലോ, കുറച്ച് മുന്നേ അല്ല ഈ പത്മ, അങ്ങനെ അവൻ്റെ 1-2 ഫിലിം ഇറങ്ങിയപ്പോൾ ഉള്ള. അപ്പോൾ ബോറടിക്കുന്ന ഫിലിമിൽ ആ 2.5 മണിക്കൂർ കൊണ്ട് ഞാൻ വരഞ്ഞ് തീർത്തതായിരുന്നു. വരഞ്ഞ് കളർ ചെയ്തല്ലേ. ഇപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കണം കുറച്ചും കൂടി നന്നാക്കായിരുന്നു. ഒരു 2 ദിവസമെല്ലാം എടുത്തിട്ട് വരഞ്ഞിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ ഭംഗിയായിട്ട് എനിക്കിതെടുക്കണം. പക്ഷെ എനിക്ക് ആ ഒരു ഇതില്ല, മനസ്സില്ല, പേഷ്യൻസ് ഒന്നുമല്ല, അതില്ല, അതെനിക്ക് ഒട്ടുമില്ല. ഞാനൊരു സിനിമേൻ്റെ ടൈമാണ് എൻ്റെ ഇത് 2.5 മണിക്കൂർ. അതിലെല്ലാം കഴിയും. 9 മണിക്കൂർ ഫിലിം വെച്ചാൽ 12 മണിയാകുമ്പോൾ തീരുമ്പോൾ എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരച്ച ചിത്രം. ഇപ്പം വിചാരിക്കുന്ന ഇതിനേക്കാൾ നല്ലതാക്കായിരുന്നു ഇതെല്ലാം. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടിയിട്ട് വന്നത്. ഇതൊന്ന് ഇതുണ്ടോ, കഥകളിയാണ്. പക്ഷേ ഇതെനിക്ക് പിന്നെയും ഇഷ്ടമായിട്ടാണ്. ഇത് പിന്നെയും കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ കുറച്ചും കൂടി ഞാൻ വരയുമെന്ന് എനിക്ക് തോന്നിയ ഒരു ചിത്രമാണ് ഇത്. പക്ഷേ ഇവിടെ ഈ കളറെല്ലാം അടിച്ചാൽ ഞാൻ മ്യൂറൽ പെയിൻറ്റിൻ്റെ ക്ലാസ്സിനൊന്നും ഇരുന്നിട്ടില്ല. എനിക്ക് തോന്നുന്നത് മിക്സാക്കി ഒരു രസം തോന്നുന്നത് അപ്പാട് ഞാൻ അടിക്കുന്നത്. ഞാൻ ഇതൊരു ക്ലാസ്സിന് നിന്നിട്ടില്ല. അതേപോലെ കുറേ തെറ്റുകളുണ്ട്. ഈ റൗണ്ടെല്ലാം ഞാൻ ഒരിക്കലും ഇത് വെച്ചിട്ടൊന്നും വരഞ്ഞിട്ടില്ല. ഞാനിവിടെ ഒരു ചിത്രം വരയുമ്പോൾ നടുക്ക് വരയിട്ട് നടു കണ്ടുപിടിക്കില്ല, അതുപോലും ഞാൻ ചെയ്യലില്ല. ഞാൻ എൻ്റെ ഇതിനൊരു പെൻസിലും റബ്ബറും കിട്ടിയ അടമുഖം വരെയും അതിൻ്റെ മുകളിൽ ഇങ്ങനെ റൗണ്ടായിട്ട് ഒന്ന് വായിച്ച് ഒന്നും കൂടി വരെയും അങ്ങനെയായിട്ട് വരും. പക്ഷെ ഇപ്പം ഞാൻ വരിക കറക്റ്റായിട്ട് എല്ലാവരും ഈ വരയുന്നവരെല്ലാം സ്വതവേ ഇങ്ങനെ ഇതെല്ലാം ഇട്ടിട്ട് വരയുന്നതാണ്. അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ വരിക ഈ റൗണ്ടെല്ലാം ക്ലിയർ ആക്കായിരുന്നു. ഞാൻ കുറച്ചും കൂടി ഇതെല്ലാം വെച്ച് നമ്മളെ സാധനങ്ങളെല്ലാം വെച്ച് വരഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പം ഇതിനേക്കാൾ ഭംഗിയാക്കായിരുന്നു. കണ്ടോ, ഈ റൗണ്ടെല്ലാം കണ്ടോ, ഞാൻ കൈനെ കൊണ്ട് അങ്ങനെ വരഞ്ഞതാണ്. അതുകൊണ്ട് അതൊന്നും ഒരു ക്ലിയർ ഇല്ല. പക്ഷെ എല്ലാം കൂടി വരഞ്ഞ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഭംഗി. വലിയ കലാകാരിയൊന്നുമല്ല, പക്ഷെ എന്നാലും മോശമില്ല എന്ന് എനിക്ക് തോന്നി. നിങ്ങളെ അഭിപ്രായം അറിയണം കേട്ടോ, എങ്ങനെയുണ്ട്. ഇതുണ്ടോ എൻ്റെ ശിവനും പാർവതിയും. പക്ഷെ എന്തെല്ലാം ആയിപ്പോയി. ഇവിടെ എല്ലാം വരഞ്ഞ കൊളായിപ്പോയി. പിന്നെ എൻ്റെ ഒരു ഇതെന്താണെന്നറിയോ, ഞാൻ സ്വപ്നം കാണുന്ന ദൈവങ്ങളും ഞാൻ ഇതാക്കുന്ന ദൈവങ്ങൾക്കെല്ലാം ഭയങ്കര ബോഡിയായിരിക്കും. ബോഡി എനിക്ക് നിർബന്ധമാണ്. കാരണം ഞാൻ എന്തുകൊണ്ടോ എൻ്റെ ഹസ്ബൻഡ് ജിമ്മിലെല്ലാം പോയി നല്ലോണം ബോഡി ഇതാക്കുന്ന വ്യക്തി. അതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ മനസ്സിലെ എല്ലാ ദൈവങ്ങൾക്കും ബോഡിയാണ്. ഭയങ്കര ജിമ്മിലെല്ലാം പോയി നല്ല അടിപൊളിയായിട്ടുള്ള ദൈവങ്ങളാണ് ഞാനിപ്പോൾ മനസ്സിൽ വിചാരിക്കലേ. അപ്പോൾ ഇങ്ങനെ വരഞ്ഞു, പക്ഷേ അത് കൊളായിപ്പോയി. പക്ഷേ ഇതൊന്നും ഞാനിങ്ങനെ ലാമിനേറ്റ് ചെയ്യുന്നു ഇങ്ങനെയൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വെച്ച് പിന്നെ ഞാൻ എല്ലാം കൂടി കൊണ്ടുപോയിട്ട് ലാമിനേറ്റ് ചെയ്തു. പക്ഷേ ലാമിനേറ്റ് അവിടുന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇത് വാങ്ങിക്കാൻ പോയപ്പോൾ ആ സ്റ്റുഡിയോയിലുള്ള അവരെന്നോട് പറഞ്ഞു, ഒരു മ്യൂറൽ പെയിൻറ്റ് അവർക്ക് ചെയ്തു തരുമോ, അവർ ലാമിനേറ്റ് ചെയ്ത് അവിടെ വെക്കേണ്ടിയിട്ട് ഇവിടുന്ന് എന്തായാലും കൊണ്ടുപോകുന്നു, നല്ലോണം വരയുന്നുണ്ടല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ കൊടുക്കുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അത് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒന്ന് വരഞ്ഞ് തരുമോ, ഞങ്ങളിവിടെ വെക്കാം, എന്തായാലും അത് ചിലവാകുന്ന അവരെന്നെ പറഞ്ഞു. പോകും എന്തായാലും, നിങ്ങളൊരു മ്യൂറൽ പെയിൻറ്റ് എനിക്ക് വരച്ച് തരണം, ഞാൻ ഇവിടുന്ന് ചെയ്തോളാം, ലാമിനേറ്റ് ചെയ്ത് വെച്ചോളാം എന്ന് പറഞ്ഞു.
അവിടെ വെച്ചോളാം, അത് പോകും, എന്തായാലും ഇടുന്ന് ചിലവ് ഉണ്ടാവും. കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതെൻ്റെ പക്ഷേ ഇതിലെല്ലാം എന്തെല്ലോ കുഴപ്പങ്ങളുണ്ട്, ഒരുപാട് കുഴപ്പങ്ങളുണ്ട് ഇതിൽ. എനിക്കറിയാം ഇതെല്ലാം കുറച്ചും കൂടി ടൈം എടുത്തിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഭംഗിയാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു എന്താ പറയുന്നത്, ഒരു സിനിമയാണ് ഒരു ചിത്രം. ഇതുണ്ടോ എൻ്റെ രാമനും ലക്ഷ്മണനും സീതയും. ഇതെന്താണെന്നറിയോ, എനിക്ക് ഞാനെല്ലാം 14 വയസ്സ് വരെ തറവാട്ട് വീട്ടിലായിരുന്നു. അപ്പോൾ എല്ലാവരും ഉണ്ട്, അച്ഛൻ്റെ ഏട്ടൻ്റെ മക്കൾ, പിന്നെ അച്ഛൻ്റെ ഏച്ചി, എല്ലാവരും ഉണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു ഇതായിരുന്നു രാമൻ എന്നുള്ള. അപ്പോൾ ഈ മൂത്ത അച്ഛൻ്റെ ഏച്ചിയെല്ലാം സന്ധ്യയാകുമ്പോൾ എല്ലാ പിള്ളേരെയും പിടിച്ചിരുത്തിച്ച് നാമം ജപിക്കും ഒച്ചത്തിൽ. അപ്പോൾ അങ്ങനെയെല്ലാം ഉള്ള ഒരു വീട്ടിൽ വളർന്നതാണ് ഞാൻ. അപ്പോൾ അന്നേരം എപ്പോഴും ഞാൻ കേട്ട ഒരു വേർഡാണ് ഈ രാമനെക്കുറിച്ച്. രാമൻ, നമ്മൾ ഏറ്റവും ഫസ്റ്റ് രാമനെ പ്രാർത്ഥിക്കണം, രാമൻ അങ്ങനെ എന്തെല്ലോ ഞാൻ രാമനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതലേ എൻ്റെ മനസ്സിൽ, ദൈവത്തിൽ എൻ്റെ മനസ്സിൽ ഏറ്റവും മുന്നിൽ വരുന്ന രാമനാണ്. അത് ഞാനൊരു വിളക്കെത്തിക്കുമ്പോഴോ നമ്മൾ ആദ്യം തന്നെ എല്ലാവരും രാമരാമനെയല്ലേ ജപിക്കുക. അപ്പോൾ ജപിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും ഈ 3 പേരും. അത് രാജാവായിട്ടല്ല, ആ ഒരു കാനനത്തിലേക്ക് പോകുന്ന വേഷത്തിൽ നിൽക്കുന്ന രാമനും സീതയും ലക്ഷ്മണനും എപ്പോഴും എൻ്റെ മനസ്സിൽ, ഞാൻ കണ്ണുകൂട്ടി ഏറ്റവും ഫസ്റ്റ് എൻ്റെ മനസ്സിൽ വരുന്ന ആ ഒരു ഇതാണ്. എന്തിൻ്റെ മുന്നിൽ പോയാലും എൻ്റെ മനസ്സിൽ വരുന്ന ഒരു ചിത്രമാണ് അവരെ 3 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഈ നാസിക്കിലെത്തിയപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ശരിക്കും എൻ്റെ മനസ്സ് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാനിവിടെ എത്തിപ്പെട്ടിട്ടുണ്ടാവുക. കാരണം ഇവിടെ മുഴുവൻ രാമൻ നിന്ന സ്ഥലങ്ങളും രാമനും സീതയും ആ കാനനത്തിൽ വസിച്ചതും അതിൻ്റെ ചുറ്റുവട്ടത്തെ കഥകളുമാണ് ഈ നാസിക്ക് മുഴുവൻ. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചത് ഞാൻ അതുകൊണ്ടായിരിക്കും ഞാനിവിടെ വന്ന് പെട്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ രാമനാണ്, രാമൻ ലക്ഷ്മണൻ സീത. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരിതാണ്. ഇതൊന്നും പക്ഷെ വരച്ച് കളയുള്ളൂ, ഇതെല്ലാം ഞാൻ പിന്നെ എന്തെല്ലോ ആയിരിക്കും. കാരണം എല്ലാവരും എൻ്റെ സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ചിട്ടെല്ലാം വരയും, പക്ഷേ എനിക്കതിനുള്ള ക്ഷമയില്ല. അതുകൊണ്ട് ഞാൻ പടപട അവർ നോക്കുമ്പോൾ ഇവിടെ എല്ലാം എന്തെല്ലോ ആയിപ്പോയി. അപ്പം ഞാനതിന് ചോന്ന തോന്നി, പക്ഷെ അതെല്ലാം ബോറായിപ്പോയി. ഇതിനേക്കാൾ നല്ലതാക്കായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഓളിനൊക്കെ ഉണ്ട്, ഇതും വരച്ച് കൊള്ളായിപ്പോയ ഒരു ഓളാണ്ട്. പക്ഷെ എൻ്റെ മോള് പറഞ്ഞു അവളെ റൂമിൽ അവൾക്ക് ഇതെന്തായിട്ടും വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വെച്ചത്. ഇത് വരഞ്ഞ് കൊള്ളായിപ്പോയത് കേട്ടോ. എന്തായാലും പിന്നെ ആടാണ്ടിരുന്നപ്പോൾ പിന്നെ കുറേ കളറത്തടി അങ്ങനെ വരഞ്ഞ ഒരു ചിത്രമാണ്. പക്ഷെ എൻ്റെ മോൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ പറഞ്ഞു ഇത് അമ്മ വെക്കണം, എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്, ഇതിനെ വെക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ലാമിനേറ്റ് ചെയ്ത് ചാടാൻ വെച്ചത്. ഇങ്ങനെ വെറുതെ ഈ ടേബിളിൻ്റെ മുകളിൽ ഇട്ട് നിരങ്ങി ഒരു 10-15 ദിവസം ഇങ്ങനെ വെറുതെ കിടന്നു. പക്ഷെ സ്വതവേ ഞാൻ അങ്ങനെ ഇട്ടാൽ ഇവർ എടുത്ത് വരയും അതിൻ്റെ മുകളിൽ. പക്ഷെ എൻ്റെ മക്കളൊന്നും ചെയ്തിട്ടില്ല. ഇതാക്കണം എന്ന് പറഞ്ഞിട്ട് നിന്നതുകൊണ്ട് അങ്ങനെ ആക്കിയതാണ് ഞാനിത്. കണ്ടു, ഇതെല്ലാം ഭയങ്കര കൊള്ളായിപ്പോൾ. ഇതെല്ലാം സാധാരണ ഒരു വരയുന്ന കണ്ടെത്തുന്നു, ഇവളെന്ത് കൂതറയാന്ന് വരച്ച്. ഇതെല്ലാം ഇങ്ങനെ വെറുതെ ഇതിട്ടിട്ട് ഇങ്ങനെ തട്ടിയതാണ്. പക്ഷെ കൊള്ളായി. പക്ഷെ ഞാനത് ലാമിനേറ്റ് ചെയ്തു. എൻ്റെ വീട്ടിലൊക്കെ, എൻ്റെ വീട്ടിൽ എൻ്റെ ചിത്രങ്ങളല്ലേ, പിന്നെ വേറെ ആളെ ചിത്രം തന്നെ ഞാൻ കൊണ്ടുപോയി വെക്കുന്നു അല്ലേ. ഇതെൻ്റെ സരസ്വതിയാണ്. പക്ഷെ സരസ്വതീനെ വരച്ചിന് അതുപോലെ ആയിനൊന്നൊന്നും എനിക്കറിയില്ല. സരസ്വതീനെ ഞാനും ഉദ്ദേശിച്ചത്. അപ്പോൾ പക്ഷെ ഇതൊക്കെ ഉണ്ടാവും. എൻ്റെ വരേൻ്റെ ശ്രദ്ധയില്ലായ്മ, കൈയെല്ലാം തലതിരിഞ്ഞു പോയി. ഇങ്ങനെയൊന്നുമല്ല വേണ്ടത്. ഈ കൈ പിന്നെ രസമുണ്ട്, ഈ കൈ ഇങ്ങനെയല്ല വേണ്ടത്. പക്ഷേ എൻ്റെ ആ സ്പീഡിലുള്ള വരയിൽ പറ്റിപ്പോയ അബദ്ധങ്ങൾ. ഇപ്പം ചിന്തിക്കുക ഒരു കുറച്ചും കൂടി നല്ല വൃത്തിയിൽ. ഇപ്പം ചിന്തിക്കുക വരുന്നു ഇവിടം വരെ ആക്കായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ല, ഇത് കുറച്ചും കൂടി വൃത്തിയാക്കായിരുന്നു. ഇപ്പം കാണുമ്പോൾ മനസ്സിൽ ഇതെല്ലാം കുറച്ചും കൂടി മാറ്റായിരുന്നു, വീഡിയോയെല്ലാം കുറച്ചും കൂടി നല്ല വൃത്തിയിലാക്കായിരുന്നു. പക്ഷെ അന്ന് അതിനുള്ള ആ ഒരു മനസ്സോ ഇതുണ്ട്. അത് ആ ഫിലിം തീരുന്നവരെ എനിക്കൊരു ടൈം പാസിന് ഞാൻ വരച്ചുണ്ടാക്കിയത്. എന്തോ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ചിത്രത്തിന്. ഇതെല്ലാം ഓക്കെ. ഇത് ഈ പിന്നെ സുബ്രഹ്മണ്യ ഞാനൊരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ കിടന്ന് ഉച്ചമയക്കം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി എനിക്ക് സുബ്രഹ്മണ്യനെ വരയണം. പെട്ടെന്ന് എൻ്റെ മനസ്സിനൊന്ന് സുബ്രഹ്മണ്യനാണ്. അപ്പോഴാണ് ഞാൻ 4 മണിക്കിരുന്ന് 5:30 ആകുമ്പോഴേക്ക് ഇത് വരച്ച് കഴിഞ്ഞു. 5:30 വരച്ച് കഴിഞ്ഞ് ഞാൻ മോളെയും കൂടി പുറത്തോട്ട് ഓളെ എത്തിച്ചിട്ടൊരു ഫോട്ടോ എല്ലാം എടുത്ത് കഴിഞ്ഞ് നോക്കി ഇപ്പുറത്തേക്ക് വന്ന് വെറുതെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴാണ് അന്ന് ഷഷ്ടിയായിരുന്നു. അന്ന് സുബ്രഹ്മണ്യൻ്റെ ഷഷ്ടി തന്നെ ഏതോ നല്ലൊരു
ശക്തിയുള്ള ഇതായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ ആ ദിവസം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിച്ച് വരഞ്ഞ ചിത്രമാണിത്. പെട്ടെന്ന് എനിക്കത് വരയണം, അതുവരെ എൻ്റെ മനസ്സിലേ ഉണ്ടായിട്ടില്ല. പെട്ടെന്ന് വരയണം, സുബ്രഹ്മണ്യനെ വരയണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വരഞ്ഞ ചിത്രമാണിത്. അതെവിടെ ഇതിനെനക്ക് ഒരു പ്രത്യേകത. ഇതൊക്കെ പിന്നെ സാധാരണ വരഞ്ഞതാണ്. പക്ഷേ ഈ കൃഷ്ണനെ ഞാൻ ഇപ്രാവശ്യത്തെ വിഷുവിന് കൃഷ്ണനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ തണുപ്പ് പിടിച്ച് പണിയായിട്ടുണ്ട്, അതൊന്നും സൗണ്ടല്ല ഇങ്ങനെ. പിന്നെ ഞാനെന്താ പറഞ്ഞതെന്നറിയോ, ഈ നമുക്കൊന്നും നമ്മളെപ്പോലത്തെ വീട്ടിൽ നിൽക്കുന്ന അമ്മമാർക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും എന്താ പറയണ്ട, നമുക്ക് എനിക്കൊന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലിക്ക് പോകാനുള്ള സ്ഥിതിയില്ല. കാരണം മക്കൾ ഒരാളാണെങ്കിൽ നമുക്ക് പിന്നെ അവർ വളർന്നു കഴിഞ്ഞാൽ പോകാം. രണ്ടാളെല്ലാം ഇല്ലേ, ഒരാളെങ്കിൽ നമ്മൾ എന്തായിട്ടും സ്കൂളിൽ നിന്ന് വരുമ്പം കൂട്ടണം, ഇളയാളെങ്കിലും. മൂത്തയാൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ യൂണിറ്റിൻ്റെ ഉള്ളിൽ തന്നെ സ്കൂളായതുകൊണ്ട് അവൾ പോകും. അപ്പം നമുക്കൊന്നും ഒരു സമയം, നമുക്ക് പുറത്ത് ജോലിക്ക് പോകുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ സമയങ്ങൾ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് സമയം കളയുക എന്നുള്ളത് എൻ്റെ പുറത്ത് ഉണ്ടാകുന്ന ഒരു ഇതും കൂടിയാണ്. ഞാൻ വീട്ടിൽ നിൽക്കുന്ന അമ്മമാരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ അമ്മമാരുണ്ട് അങ്ങനെ തുന്നുന്നേ. എനിക്ക് തുന്നാനുള്ള കഴിവൊന്നും എനിക്കില്ല. സ്റ്റിച്ച് ചെയ്യുന്നവർ, എനിക്കുള്ള കഴിവ് ഇതാണ്, അത് ഞാൻ ചെയ്യും. ഞാൻ വീട്ടിലിരിക്കുന്ന അമ്മമാരോടാണ് പറയുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും എല്ലാം കഴിവുണ്ടെങ്കിൽ അതിൽ ഇൻവോൾവ് ആകാൻ ശ്രമിക്കുക. വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് അടുക്കള പണി ചെയ്യുന്ന ഒരാളാകാണ്ടിരിക്കുക. ഞാൻ സത്യം പറഞ്ഞില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ മക്കൾ വലുതായി വരുമ്പം ചില ആൾക്കാരെല്ലാം പറയില്ല, അമ്മമാരോ അമ്മ എന്താ പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ അങ്ങനെ കേൾക്കാൻ പാടില്ല ഒരമ്മമാരും. നമ്മളും അങ്ങനെയാണെന്ന് അവർക്ക് തോന്നണം. അവർ പുറത്തു പോയി ജോലി ചെയ്തില്ലെങ്കിൽ നമ്മളും നമ്മളേതായ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് മക്കൾക്ക് തോന്നണം. ഞാൻ പണ്ട് കല്യാണത്തിന് മുമ്പേ നല്ലോണം ഡ്രൈവ് ചെയ്യായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ അതിൽ നിന്ന് നിർത്തി. കാരണം ഈ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയാലും പിന്നെ ഈ കാറ് ഡ്രൈവ് ചെയ്യുന്നതിലും കുറച്ച് കുറയുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ എനിക്ക് തീരെ പിന്നെ ആ ഒരു ഇതിൽ ഓടിക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനതൊരു നാളെ നമ്മൾ മക്കൾ പറയാൻ പാടില്ല, അമ്മ എന്ന് ചെയ്ത് അവിടെ അടുക്കളപ്പണി ചെയ്തതല്ലാണ്ട് എന്താണെന്ന് പറയാൻ പാടില്ല. അപ്പം ഞാനും ഇപ്പോഴും അതെല്ലാം ഒന്നും കൂടി തുടങ്ങി. അവർക്ക് തന്നെ തുടങ്ങി അമ്മ ചെയ്യാൻ. ഞാൻ സ്കൂളിൽ കൂട്ടാൻ പോകുമ്പോൾ അപ്പോൾ എല്ലാം ഞാൻ ശരിക്കും അതിന് വേണ്ടിയിട്ടാണ് പഠിച്ചത്. നാളെ ഒരു കാലത്ത് ഇവർ പറയുന്നത് അമ്മ എന്നാ ചെയ്തത് അടുക്കള പണി അമ്മക്കെന്നാ കഴിവുള്ള അങ്ങനെ പറയാൻ പാടില്ല. ഒരമ്മമാരും അത് കേൾക്കാൻ പാടില്ല. മക്കൾ അങ്ങനെയാണ്. ഇപ്പം നമ്മളെ അച്ഛനോടും അമ്മേനോടായാലും നമ്മൾ ഇത് അമ്മ എന്തെന്നാ അങ്ങനെ പറയുന്നത് എല്ലാവരും അങ്ങനെ ആകാൻ പാടില്ല. ഇനിയുള്ള അമ്മമാരെങ്കിലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിഷ്ടമുള്ള എന്തെങ്കിലും ചെയ്ത് അവരെ മുന്നിൽ നമ്മളെ മക്കളെ മുന്നിൽ നമ്മളും കഴിവുള്ളവരാണ്, നമ്മളും ഇതുള്ളവരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയെങ്കിലും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അതിലേക്കൂടെ പിടിച്ച് കയറാൻ ശ്രമിക്കുക എല്ലാ അമ്മമാർക്കും. ഓക്കെ, ബൈ. പിന്നെ ഇത് ആർക്കെങ്കിലും ആവശ്യമില്ല. ഇത് A3 ഷീറ്റാണ്, ഇത് വലിയ ഷീറ്റാണ്. പിന്നെ എന്നിട്ട് ഞാൻ അത്രയൊന്നും പൈസ മ്യൂറൽ പെയിൻറ്റിൻ്റെ ഇത് നോക്കും, പൈസ നോക്കും, അത്രക്കൊന്നും ഞാൻ വരയുന്ന ആളൊന്നുമില്ല. പക്ഷേ ഇത് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ചെറിയ പൈസയേ ഉള്ളൂ, അതിനെ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കണം കേട്ടോ. പക്ഷേ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനിക്ക് വീട്ടിൽ വെക്കേണ്ടിയിട്ട് തന്നെ ഞാൻ ആക്കിയതാണ്. പക്ഷേ ഇനിയും എനിക്ക് വരക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. അതുകൊണ്ട് ഇതിനി എൻ്റെ കയ്യിൽ നിന്ന് പോയാലും ഞാൻ വേറെ വരയുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് ഇത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കണം കേട്ടോ. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഇത് വാങ്ങണം കേട്ടോ. ചെറിയ പൈസയുണ്ട്, ഞാൻ വലിയ പൈസയൊന്നും പറയുന്നില്ല. ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഫോൺ നമ്പർ, അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഞാൻ എത്തിച്ചു തരുന്നതാണ്. ചെറിയ പൈസയുണ്ട്, സാധാരണ മേടിക്കുന്ന ഒരു പൈസയും ഞാൻ മേടിക്കുന്നില്ല. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഇത് കൊടുക്കുന്നതാണ്. ഓക്കെ, ബൈ.